ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല പഞ്ഞ് പോലുള്ളൊരു കേക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഹോട്ട് മിൽക്ക് കേക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 250 ml ഈ ഒരു കപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാകും. ഇനി അടുത്തതായിട്ട് നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വലിയ ബൗളിലേക്ക് ഞാൻ 2 മുട്ടയാണ് ചേർക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയുടെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വാനില എസൻസ് കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്തത്. വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കാനുള്ളത്. പഞ്ചസാര ഒരുമിച്ചങ്ങ് ചേർക്കരുത്. 1 കപ്പ് പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു 3 തവണയായിട്ട് ചേർത്തിട്ടാണ് ഞാനിതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് 1 കപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ടയും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ മഞ്ഞ നിറമൊക്കെ മാറിയിട്ട് നല്ലതുപോലെ ഒരു ഫോമി കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നല്ലൊരു ഫോമി കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് വെജിറ്റബിൾ ഓയിലാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർത്തത്. ഇനി ഇത് കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ചേർക്കാനുള്ളത്. ഇതും ഒരുമിച്ചങ്ങ് ചേർക്കരുത്. കുറേശ്ശെ ചേർത്തിട്ട് ഒരു സ്പാറ്റുല വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിതിവിടെ ഒരു 2-3 തവണയായിട്ട് ഈ ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട് സ്പാറ്റുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ കൂടി ഒന്ന് ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. ഈ 1/2 കപ്പ് എന്ന് പറയുന്നത് 125 ml ആണ്. ഇപ്പോൾ പാലൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ നമ്മുടെ കേക്കിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ പാല് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്കാണ് ഒഴിക്കുന്നത്. ഈ കേക്ക് ടിന്നിൻ്റെ താഴെയായിട്ട് ഒരു പാർച്ച്മെൻറ്റ് പേപ്പറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. OTG ആണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യാം. ഞാനിവിടെ IFBയുടെ മൈക്രോവേവ് കൺവെക്ഷൻ ഓവൻ ഉപയോഗിക്കുന്നത് കൊണ്ട് 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത്. സാധാരണ OTG ആണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല പഞ്ഞ് പോലെയുള്ള കേക്കാണ്. അപ്പോൾ ഇത് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റായിട്ടുള്ള കേക്കാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത ശേഷമാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടാറി കഴിഞ്ഞ ശേഷം വേണം ഇത് കഴിക്കാനായിട്ട്. ഞാനിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ ആ മുകൾ ഭാഗമൊക്കെ നല്ലതുപോലെ ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കൂടി തന്നാൽ വളരെ നന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്